ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓണം സ്പെഷ്യലായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ഐറ്റമാണ്. അപ്പോൾ അതെന്താ നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് കാർഡ്ബോർഡൊക്കെയാണ്. കാർഡ്ബോർഡൊക്കെ യൂസ് ചെയ്തുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് അതിൽ ഈ ഒരു ഷേപ്പ് വരച്ചെടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലത്തെ 2 പീസ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ രണ്ടും ഞാനിപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കതിൻ്റെ അടിഭാഗത്തിനായിട്ട് ഇങ്ങനത്തെ ഒരു പേപ്പർ എടുക്കാം. അതിൽ നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു ബിഡ്ത്ത് നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതുപോലെ ഇതിൻ്റെ എക്സ്ട്രാ വരുന്ന പോർഷൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇത്രയും കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ചെറിയ ചെറിയ പീസുകൾ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഞാനിവിടെ ഇതിൻ്റെ പുറം ഭാഗത്ത് മാത്രം ഇതുപോലെ വോൾ പുട്ടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുറച്ച് പെയിൻ്റൊക്കെ അപ്ലൈ ചെയ്ത് അതുപോലെ തന്നെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം.
നമ്മുടെ വള്ളത്തിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കാനായിട്ട് ഇതുപോലൊരു കൊടി ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ സാധാ കളർ പേപ്പറിൽ വെട്ടിയെടുത്തതാണ്. ഇത് സ്റ്റിക്കിൽ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അതുപോലെ തന്നെ ആ സ്റ്റിക്കിന് ഞാനൊരു ഗോൾഡൻ കളറും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ഒരു കുടയും കൂടെ ഉണ്ടാക്കിയെടുക്കാം. ചെറിയൊരു കുഞ്ഞി കുട ഒന്ന് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാനിത് ഇതുപോലത്തെ ഒരു ഐസ്ക്രീമിൻ്റെ ബോളാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗമാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതിൻ്റെ അടിഭാഗം ഈ ഒരു ഷേപ്പിൽ നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാനിതിനെ കുറച്ച് ക്ലേ ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു കുടയുടെ ഷേപ്പിലാക്കി മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ ഞാൻ കുറച്ച് ബീഡ്സും അതുപോലെ തന്നെ മിററൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തതാണ്. ഇനി നമുക്ക് ഇതിലൊന്ന് ഫിക്സ് ചെയ്യാം. ഞാനിതിൻ്റെ ബാക്ക് ഭാഗത്തിലായിട്ടാണ് വെക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെക്കർ ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.